അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ. ഷോർട്ടാണെങ്കിൽ ഷോർട്ടും അല്ല, ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പം നമ്മളിന്ന് മുന്തിരി ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുന്തിരി ജ്യൂസ് എങ്ങനെ അടിക്കുക എന്നുള്ളത് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് കാണിക്കാഞ്ഞത്. അപ്പോൾ മുന്തിരി ജ്യൂസിൽ ഐസും കട്ട ഞാൻ എടുത്ത് പറക്കി കളയാണ്, അധികമായത് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് നോമ്പ് തുറക്കി നമ്മൾ പതിവ് പോലെ പൊരിക്കടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഫ്രൂട്ട്സും ഷേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഷേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ മുന്തിരി ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആച്ചുട്ടൻ അൽഹംദുലില്ലാ ആച്ചുട്ടൻ നോമ്പ് അങ്ങോട്ട് എത്തിച്ചു. അവ ഇടയ്ക്ക് വെച്ചിട്ടൊന്നും മുറിച്ചില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു സാധിക്കില്ല എന്നുള്ളത്, പക്ഷെ അവന് കുഴപ്പമൊന്നും ഉണ്ടായില്ല, അവൻ എത്തിച്ചു കേട്ടോ. അപ്പോൾ അത് ആ നോമ്പറക്കുന്ന സമയത്ത് ആൾക്ക് ഭയങ്കര വെപ്രാളായിരുന്നു കേട്ടോ. നല്ല വിശക്കുണ്ടായിരുന്നു തോന്നുന്നു. കുട്ടിയല്ലേ അവന്, അത്രയും നേരം പിടിച്ചത് തന്നെ ഭാഗ്യം. ഇഷമോള് ഉച്ചയ്ക്ക് തന്നെ നോമ്പ് മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 1 മണിയാകുമ്പോൾ 12 മണിയാകുമ്പോൾ നോമ്പ് മുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നോമ്പ് തുറന്നു കേട്ടോ. അപ്പോൾ ഇന്ന് പത്തിരിയും എന്താ പറയുക ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. ചിക്കൻ അന്ന് വാങ്ങിച്ച് തന്നെ കേട്ടോ. നമ്മൾ കുറേശ്ശെ എടുത്തിട്ട് കറി വെക്കുന്നുള്ളൂ. അപ്പോൾ അത് തേങ്ങ അരച്ചിട്ട് വെച്ചു. അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. നമ്മളെപ്പോഴും ചിക്കൻ കറി വെക്കുന്നതും പത്തിരി ഉണ്ടാക്കുന്നതും എന്നും തന്നെയല്ലേ കാണിക്കുന്നത് വിചാരിച്ചിട്ട്. ഇന്ന് പിന്നെ എനിക്ക് തീരെ വയ്യായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കാനൊന്നും തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. നമുക്ക് ഓരോ ദിവസം കഴിയും തോറും ക്ഷീണം എനിക്ക് കൂടി വരിക കേട്ടോ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അത് കാരണം ഞാൻ കുറച്ച് നമ്മൾ വീഡിയോ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടായിരുന്നത് ഓറഞ്ച്, മുന്തിരി, എന്താ പറയുക തണ്ണിമത്തൻ, പിന്നെ ഷെയ്ക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. ഷെയ്ക്ക് കട്ടപ്പാലൊന്നുമല്ല കേട്ടോ, നല്ല തണുത്ത പാൽ മേടിച്ചിട്ട്, പാല് ആ സമയത്താണ് വാങ്ങിച്ചത് പോയിട്ട്. തണുത്ത പാല് വാങ്ങിച്ചു. പിന്നെ എന്താ പറയുക അതും അടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് കുടിക്കുമ്പോൾ നമുക്ക് വല്ലാതെ ക്ഷീണവും കാര്യങ്ങളും ഒന്നുമില്ല. നോമ്പ് തുറന്നതിന് ശേഷം വല്ലാത്ത ക്ഷീണമൊന്നും തോന്നുന്നില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 9:30 ഒക്കെ ആയിട്ടുണ്ടാവും. 9 മണിയൊക്കെ ആയിട്ടാണ് നമ്മൾ പത്തിരിയും ഇറച്ചിയും കഴിച്ചത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം കട്ടൻ ചായ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമലൈക്കും.